ഹായ്, ഞാൻ RJ ഹരിചന്ദ്രൻ മഠം. ഫാമിലി കൗൺസിലിങ്ങിനിടെ പല ദമ്പതികളും പറയുന്ന കാര്യമാണ്, മുൻകാലത്ത് ഞങ്ങളുടെ ബന്ധം വളരെ നല്ലതായിരുന്നു. പിന്നീട് എപ്പോഴൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചിട്ട് ഞങ്ങളുടെ ജീവിതം വളരെ മോശപ്പെട്ട ഒരു ലെവലിലേക്കായി. ഇനി ഇതിൽ നിന്ന് തിരിച്ചു കയറാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയത്, എന്തോ ഒരു വലിയ സംഭവം ഉണ്ടായാൽ മാത്രമാണ് ദാമ്പത്യ ബന്ധം തകർന്നു പോകുക എന്നാണ് ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാണ്. ശരിക്കും അങ്ങനെയല്ല. തുടർച്ചയായിട്ടുണ്ടാകുന്ന ചെറിയ ചെറിയ സംഭവങ്ങളിൽ നിന്നാണ് ദാമ്പത്യ ജീവിതത്തിൽ രണ്ടുപേരും രണ്ട് തട്ടിലേക്ക് അകന്നു പോകുന്നതും ഒടുവിൽ ജീവിതം ദുസ്സഹമായിട്ട് പിരിയാം എന്നുള്ള തീരുമാനത്തിൽ വരെ എത്തിച്ചേരുന്നത്. ചിലപ്പോൾ ഒരു അവഗണനയിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കാം, ചില കുത്തുവാക്കുകളിൽ നിന്ന് ഉണ്ടാകുന്നതായിരിക്കാം, ചില ധാരണയില്ലാത്ത പെരുമാറ്റത്തിൽ നിന്ന് ഉണ്ടാകുന്നതായിരിക്കാം, എവിടെയോ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ കൊടുക്കാൻ വൈകിപ്പോയതോ മറന്നുപോയതോ ആയിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ കുറവും ഉണ്ടായിരിക്കാം. ഇങ്ങനെ നിരന്തരമായിട്ട് ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിലെ വിള്ളലുകൾ കൂടിക്കൂടി വരുന്നതും ഒടുവിൽ അത് പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ അകന്നു മാറിപ്പോകുന്നതും. പലരുടെയും ദാമ്പത്യ ജീവിതം പ്രശ്നങ്ങളുടെ വക്കിലാണ് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ സംഭവങ്ങൾ വളരെ നാരോ ചെറുതായതുകൊണ്ട് മാത്രം ഇത് വലിയ കാര്യമൊന്നും അല്ല എന്നാണ് ഒട്ടുമിക്ക പേരും കരുതി വച്ചിരിക്കുന്നത്. എന്നാൽ വാസ്തവം അതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഞാനിനി പറയാൻ പോകുന്ന 10 കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ 1-2 ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതം ഒട്ടും നല്ല ഹെൽത്തി ആയിട്ട് പോകുന്നതല്ല എന്ന് മനസ്സിലാക്കണം. ഉടനടി അത് തിരുത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അധികം വൈകാതെ തന്നെ ഒന്നുകിൽ താറുമാറായി പോകും, അല്ലെങ്കിൽ 2 വഴിക്ക് പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇതിനെ ആദ്യമേ കണ്ടെത്തി നമുക്ക് തിരുത്തുവാനും ബന്ധം കൂടുതൽ ദൃഢമാക്കി മാറ്റുവാനും ഏതൊരു വ്യക്തിയെ സഹായിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണുക. മാത്രമല്ല, ഈ ചാനൽ നിങ്ങൾ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഒരുപാട് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാൻ മറന്നു പോകരുത്. ദാമ്പത്യ ബന്ധം എന്നുള്ളത് ഒരു വെറും ബന്ധമല്ല. 2 വ്യക്തികൾ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ പാലത്തിലൂടെ ഒരുമിച്ച് സഞ്ചരിക്കുകയാണ്. അവിടെ ചില കൊടുക്കലുകളും വാങ്ങലുകളും നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഒരാൾ കൊടുക്കൽക്കാരൻ മാത്രമാവുകയും ഒരാൾ വാങ്ങൽക്കാരൻ മാത്രമാവുകയും ചെയ്യുമ്പോഴൊക്കെ ഈ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരാം. അതിൽ ആദ്യത്തെ കാര്യമാണ് തുറന്ന് സംസാരിക്കാത്തത് എന്നുള്ളത്. ഒരു വീട്ടിൽ ഒരു ഭാര്യയോ ഭർത്താവോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആ പങ്കാളിയോട് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അവർക്കിടയിൽ ചില തെറ്റിദ്ധാരണകളുണ്ടാവും. ചിലപ്പോൾ ബന്ധം വഷളാകാൻ കാരണമാകും. എനിക്കറിയാവുന്ന ഒരു ഭാര്യയുണ്ട്. അവർ എൻ്റെ അടുത്ത് പരാതി പറയാറുള്ളത്, അവരുടെ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ആഴ്ചയിൽ ഒരിക്കലായിരിക്കും വീട്ടിലെത്തിച്ചേരുക. ഇവരാകട്ടെ കുറച്ച് ഇമോഷണലായിട്ടുള്ള ക്യാരക്ടറാണ്. ഇവർ മറ്റ് ബന്ധുക്കളുമായിട്ടൊന്നും വലിയ അടുപ്പത്തിൽ പോകുന്ന ആളുമല്ല. മാത്രമല്ല, ഒരു അന്യനാട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ വരുന്ന ഭർത്താവിനോട് കുറേയധികം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വെമ്പൽ പൂണ്ടിരിക്കുന്ന ഒരു മനസ്ഥിതിയുള്ള സ്ത്രീയാണിവർ. എന്നാൽ ഈ ഭർത്താവാകട്ടെ തൻ്റെ ബിസിനസ് തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്യണം എന്നുള്ള മനോഭാവത്തിലായിരിക്കും വന്നു ചേരുന്നത്. ഇദ്ദേഹം വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം TV കണ്ടുകൊണ്ടിരിക്കുക, ചില കാര്യങ്ങൾ കുത്തിക്കുറിക്കുക, മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ ഭാര്യ എന്തെങ്കിലും പറയാൻ ചെന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ചിലപ്പോൾ അത് പൂർണ്ണമായിട്ട് കേൾക്കാനൊന്നും തയ്യാറാകുന്നില്ല. ഈ വ്യക്തിബന്ധത്തിൽ സാരമായിട്ടുള്ള വിള്ളൽ വീഴുന്ന സമയത്താണ് ഞാൻ ഇവരുമായിട്ട് 2 പേരുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അയ്യോ വലിയ തിരക്കാണ്, അതിൽ നിന്നും കുറച്ചൊരു ലീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അഭയം പ്രാപിക്കാൻ വരുന്നത്. അപ്പോൾ ഈ ഭാര്യ കുടുംബക്കാരെക്കുറിച്ചും മറ്റുള്ള കാര്യത്തെക്കുറിച്ചും ഇങ്ങനെ ചിലപ്പോൾ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ മറ്റുള്ള രീതിയിലോ ഒക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഗാഡ്ജറ്റുകളിലേക്ക് രക്ഷ തേടുന്നത്. അപ്പോൾ ഞാൻ ഈ ഭാര്യ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം കറക്റ്റാണ്, നിങ്ങളുടെ ഭർത്താവുമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. പക്ഷേ അദ്ദേഹം വന്നു കയറിയ ഉടനെ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കണം.
എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തെ കെയർ ചെയ്യുന്നത് പോലെ കുറച്ച് സംസാരിക്കണം. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങും. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടേതായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് പതിയെ പതിയെ നിങ്ങളുടെ ആ സമരസ ഭാവനകൾ ഒന്നിച്ചു കൊണ്ടുപോകാം. പക്ഷേ ഇദ്ദേഹത്തെ ഒരാഴ്ചയായിട്ട് കിട്ടിയില്ല. അത്രയും നേരം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേയധികം പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളുമാണ് ഇദ്ദേഹം ഈ ഓഫീസ് ഡ്യൂട്ടികൾ കഴിഞ്ഞ് വന്നു കയറുന്ന സമയം തൊട്ട് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ അവിടെ ചിലപ്പോൾ ഈ ഭർത്താവിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന് വരാം. ചില വീടുകളിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഭർത്താവ് കയറി വന്നിട്ട് അപ്പോൾ തന്നെ ഇറങ്ങി കൂട്ടുകാരടുത്ത് പോകുന്നതാണ്. ഇതുപോലെ തന്നെ ചിലപ്പോൾ ഭാര്യ പല കാര്യങ്ങളിലും ഭർത്താവിന് അവരുമായിട്ട് സംസാരിക്കാനുണ്ടായിരിക്കും. പക്ഷേ ഭർത്താവിന് വലിയ മര്യാദ കൊടുക്കുന്നില്ല, അദ്ദേഹത്തിന് വിലയൊന്നും കൊടുക്കാത്ത ചില ഭാര്യമാരുണ്ട്. അവരുടെ ക്ലബ്ബും അവരുടെ ഓഫീസും അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് നിൽക്കും. ഭർത്താവുമായിട്ട് രമ്യമായിട്ട് മിണ്ടാനുള്ള അവസരമൊക്കെ ഇവർ ഇല്ലാതാക്കി കളയും. അതോടുകൂടി ഇവർക്കിടയിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ്. പരമാവധി ഇങ്ങനെയുള്ള അവസ്ഥകൾ നിങ്ങൾ ഒഴിവാക്കുക. എങ്ങനെയായാലും ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം വികാരങ്ങളും മറ്റും പങ്കിടാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക. ഒരാൾ ടെൻഷനിലാണെങ്കിൽ കുറച്ച് നേരത്തെങ്കിലും അയാളെ ശല്യപ്പെടുത്താതിരിക്കുക. പിന്നീട് എൻ്റെ ഏതെങ്കിലും ഹെൽപ്പ് വേണമോ എന്നുള്ള അർത്ഥത്തിൽ ചില കാര്യങ്ങൾ ചെറുതായിട്ട് സംസാരിക്കാം. ചിലർക്ക് ഹെൽപ്പ് വേണ്ടി വരും, ചിലർക്ക് അത് വേണ്ടി വരില്ല. അപ്പോൾ അത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അവർ നമ്മളടുത്ത് പറയണമെന്ന് നിർബന്ധം നമ്മൾ പിടിക്കാനും നിൽക്കേണ്ട. പക്ഷേ നമ്മുടെ പങ്കാളിയുടെ മാനസികാവസ്ഥ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാര്യ സംസാരിക്കാൻ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഭർത്താവിൻ്റെ ടെൻഷൻ അറിയാതെ അയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പോകുന്ന ഭാര്യയും തെറ്റുകാർ തന്നെയാണ്. നിങ്ങൾ തമ്മിലുള്ള ആ ബോണ്ടിങ് കറക്റ്റാവണമെങ്കിൽ പരസ്പര ധാരണയോടുകൂടിയുള്ള പെരുമാറ്റമാണ് ഇവിടെ ആവശ്യം. രണ്ടാമത്തെ കാര്യം, ചെറിയ കാര്യങ്ങൾ വലുതാക്കുന്നതാണ്. മിക്ക വീടുകളിലും ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി, മുളക് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് അവരിട്ടപ്പോൾ നിത്യരെ പാചകം ചെയ്യുന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇത് മനസ്സിലാക്കാതെ ഭർത്താവ് ഒറ്റയടിക്ക് പറയണം, നിനക്ക് പാചകമൊന്നും ചെയ്യാറിഞ്ഞിട്ട് നീ ഇത് എവിടെ നിന്ന് പഠിക്കുന്നത്, ഇതെന്ത് ഭക്ഷണമാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഈ വ്യക്തിക്ക് വളരെയധികം ഹട്ടാവും. കാര്യം അവർ അങ്ങനെ ഭക്ഷണത്തെ മോശമാക്കാൻ വേണ്ടി ചെയ്ത കാര്യമായിരിക്കില്ല, ആ ബദ്ധത്തിൽ സംഭവിച്ചു പോയതായിരിക്കാം. ചിലർക്ക് കൈപ്പുണ്യം ഉണ്ടായിരിക്കും, ചിലർക്ക് ഇച്ചിരി കൈപ്പുണ്യം കുറവായിരിക്കും. അപ്പോൾ ഈ ഭർത്താവ് പറയേണ്ടത് ഈ ഉപ്പ് ഇച്ചിരി കൂടിപ്പോയി, ഇതൊന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരെ തിരുത്തുന്ന ഒരു മനോഭാവത്തിലേക്ക് വന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും. ചിലപ്പം അതിഥികളൊക്കെ വന്നിരിക്കുന്ന സമയത്താണ് ഈ ഭർത്താവ് ഇങ്ങനെ പറയുന്നത്, നിനക്കിതൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടെങ്കിൽ പറഞ്ഞാൽ പോരെ, ഞാൻ ഹോട്ടലിൽ നിന്ന് വല്ല ഓർഡർ ചെയ്യില്ലേ. ഇങ്ങനെയൊക്കെ കേൾക്കാത്ത ഭാര്യമാർ പലപ്പോഴും വിരളമായിരിക്കും. ഇങ്ങനെ പറയുമ്പോൾ അവർ അയ്യോ ഞാനത് ശരിയാക്കാം എന്നൊക്കെ അപ്പോൾ പറഞ്ഞു പോവെങ്കിലും ഈ അതിഥികളുടെ മുന്നിൽ വെച്ചുണ്ടായ അപമാനം ഇവരെ വല്ലാതെ തകർക്കും. ഇത് ഇവരുടെ ഉള്ളിൽ കിടക്കും, പിന്നീട് ഇത് പെരുമാറ്റത്തിലെല്ലാം വ്യാപരിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി ഇത്തരം കാര്യങ്ങളിൽ സംയമനത്തോടു കൂടി സംസാരിക്കുക എന്നുള്ളത് പങ്കാളികളിൽ രണ്ടുപേരിലും വരേണ്ടുന്ന കാര്യമാണ്. ഭർത്താവ് ഒരിക്കലും ഭാര്യയെ ഇൻസൾട്ട് ചെയ്യാൻ ഇങ്ങനെയൊന്നും ഉപയോഗിക്കരുത്. കാര്യം വേണമെങ്കിൽ ചില പാചക കാര്യങ്ങൾ ഭർത്താവിനും കൂടെ പരീക്ഷിക്കാവുന്നതാണ്. പരീക്ഷിച്ച് നോക്കുമ്പോഴേ അറിയാവൂ, നമ്മളുണ്ടാക്കിയാലും ചില മിസ്റ്റേക്കുകൾ ചിലപ്പോൾ ഉണ്ടായി വന്നേക്കാം. സ്ഥിരമായിട്ട് ഇവർ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്ന ആളൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ എന്തോ അബദ്ധത്തിൽ പറ്റിപ്പോയതായിരിക്കാം. അപ്പോൾ അതിനെ കണ്ടറിഞ്ഞ് പുറത്ത് മുന്നോട്ടൊക്കെ പോകുമ്പോഴാണ് ദാമ്പത്യ ജീവിതം ഇമ്പമുള്ളതാകുന്നത്. മൂന്നാമത്തെ കാര്യം, പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കണമെന്നുള്ളതാണ്. അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും അവരവരെ കുറിച്ച് ഒരു ധാരണയുണ്ടാവണം. ഒപ്പം തന്നെ ഈ കൂടെയുള്ള പങ്കാളിയെക്കുറിച്ചും ഒരു ആദരവ്, ബഹുമാനം ഇവയൊക്കെ ഉണ്ടാവണം. പലപ്പോഴും ഭാര്യയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത് ചില ഭർത്താക്കന്മാരുടെ ശീലമാണ്. മാത്രമല്ല ഭർത്താവിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് അയ്യനെ കൊണ്ടൊന്നും കൊള്ളില്ലെന്നേ, ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നേ എന്നുള്ള മട്ടിൽ സംസാരിക്കുന്ന ഭാര്യമാരുണ്ട്. ഇവർ പറയുന്നതിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം പരസ്പര ധാരണയോടുകൂടി സംസാരിച്ച്, ഇപ്പം ഒരു ഉത്തരവാദിത്ത കുറവുള്ള ഭർത്താവിൻ്റെ അടുത്താണെങ്കിൽ അത് കൃത്യമായി സംസാരിക്കണം. ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അവൾ ചിലപ്പം ചില കാര്യങ്ങളിൽ കഴിവ് കീഴ്പോട്ടാണെങ്കിൽ അത് അവളെ ഹെൽപ്പ് ചെയ്തിട്ട് അവളുടെ കഴിവ് വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യം കൂടി ഭർത്താവ് ചെയ്യണം. അല്ലാതെ ഒന്നിനുമേൽ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര ഭൂഷണമല്ല. ചിലർ എത്ര പറഞ്ഞാലും നന്നാവില്ല, അത് വേറെ കാര്യം. പക്ഷേ ദാമ്പത്യ ജീവിതം മികച്ചതാകണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ഈ പങ്കാളികൾ പരസ്പരം പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും തന്നാൽ എങ്ങനെ തൻ്റെ ലെവൽ വർദ്ധിപ്പിക്കാം
തൻ്റെ ആ വാല്യൂ കൂട്ടാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ബന്ധം കൃത്യതയോടുകൂടി നല്ല ശക്തമായിട്ട് മുന്നോട്ട് പോകും. 4-ാമത്തെ കാര്യം, എല്ലാ കാര്യത്തിലും കുറ്റം പറയുക എന്നുള്ളതാണ്. ദമ്പതികളിൽ ചിലർക്ക് ഈ ദോഷൈക ദൃക്ക് എന്ന് പറയുന്ന കാര്യമുണ്ട്. ഏതൊരു കാര്യം ചെയ്താലും അത് തെറ്റാണെന്നുള്ള മട്ടിൽ പങ്കാളിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നീ എന്താ ഇത് ചെയ്തത്, നീ എന്താ അത് ചെയ്തതെന്ന് ഭാര്യയെടുത്ത് നിരന്തരം കയർത്തുകൊണ്ടിരിക്കുക. ഭർത്താവ് അവിടെ പോയിട്ട് ഇച്ചിരി ലേറ്റായി വരുന്നെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം കുറവാണ്. ഭർത്താവ് വേറൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല. എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല, എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുക. ഏതൊരു കാര്യത്തിലും കുറ്റപ്പെടുത്തൽ അത്ര ഗുണപരമായിട്ടുള്ള കാര്യമില്ല. ചില കാര്യങ്ങൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഈ ചെയ്തത് തെറ്റായിപ്പോയി, ഇതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആ സമരസപ്പെടുന്ന ഭാവത്തിൽ അതിനെ കൊണ്ടുവരിക. അത് തിരുത്താനുള്ള മനോഭാവത്തിൽ കൊണ്ടുവരിക. അല്ലാതെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പങ്കാളിക്ക് സ്നേഹിക്കാനോ അയാളെ കൂടെ നിർത്താനോ കഴിയുകയൊന്നുമില്ല. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 5-ാമത്തെ കാര്യം, മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുക എന്നുള്ളതാണ്. പല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഭാര്യ പറയുകയാണ്, എൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ, അവളുടെ ഭർത്താവിനെ കാണാം, എന്ത് പെരുമാറ്റമാണ്, അവളെ എവിടെയൊക്കെ കൊണ്ടുപോകും, അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും, അവരുടെ ജീവിതം കണ്ട് നമ്മൾ തന്നെ കൊതിച്ചു പോകും. ഇതുപോലെ തന്നെ ഭർത്താവ് പറയുകയാണ്, അവളെ കാണണം, അവളുടെ ആ ബോഡി ഷേപ്പ്, അവളിപ്പോൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവൾ മറ്റുള്ളവരുടെ പെരുമാറണ കാണണം, അവളുടെ ആ പ്രസരിപ്പും മറ്റുമൊക്കെ കാണണം, അവൾ ആ ജോലി ചെയ്യുന്നതിൻ്റെ ആ ഒരു ഭംഗി കാണണം എന്നിങ്ങനെ ഭർത്താവും പറയുകയാണ്. അതായത് 2 വ്യക്തികളെ താരതമ്യം ചെയ്ത് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പരസ്പരമുള്ള ആ മാനസികമായ അടുപ്പത്തെ കുറയ്ക്കുകയും, ചിലപ്പം ഭർത്താവ് പറയും, നിനക്ക് അവനെയാണ് ഇഷ്ടമെങ്കിൽ നീ അവൻ്റെ കൂടെ പോയി ജീവിച്ചോ, എന്നെ വിട്ട് കളഞ്ഞേക്കും. അപ്പോൾ ഭാര്യയും പറയും, നിങ്ങൾക്കെപ്പോഴും അവളെക്കുറിച്ചല്ലേ പറയാൻ നേരമുള്ളൂ, നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ നിങ്ങൾ കളഞ്ഞിട്ട് പോകുക, എന്നിട്ട് അവളുടെ പിറകെ എങ്ങാനും പൊയ്ക്കോ എന്നുള്ള രീതിയിൽ സംസാരിച്ച് ആ നിമിഷങ്ങളെ വളരെ മോശമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി വരും. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും, നിങ്ങളുടെ കൂട്ടുകാരൻ്റെ വൈഫ് വേറെ നല്ല ഗുണങ്ങളുള്ള ആളായിരിക്കും, നിങ്ങൾ കണ്ട പുരുഷൻ്റെ സ്വഭാവം നല്ലതായിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ പങ്കാളികളാണ്. ഈ 2 പേർക്ക് എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും. അത് മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അവരെ പോലെ ആയി മാറണമെന്നൊക്കെ പറയുന്നത് അത്ര കണ്ട് ശരിയല്ല. കാര്യം നമ്മൾ ഓരോ വ്യക്തികളും അവർ യൂണീക്കാണ്, അവരുടെ ഒരു സ്വഭാവം ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ ഒരാളെ കണ്ട് പഠിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര കണ്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നതല്ല. ചില കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കി കൊടുത്ത് തിരുത്താൻ പറയുന്നതിൽ തെറ്റില്ല, പക്ഷേ താരതമ്യം ചെയ്ത് പറയുന്നത് ഒട്ടും ആശാസ്യകരമായിട്ടുള്ള കാര്യമല്ല. 6-ാമത്തെ കാര്യം, കേൾക്കാൻ തയ്യാറാകാത്തത് എന്നുള്ളതാണ്. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ ആശയവിനിമയത്തിൻ്റെ ആവശ്യകത വളരെ നല്ലതാണ്. എന്നാൽ ചില ഭർത്താക്കന്മാർ ഭാര്യ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ തയ്യാറാവില്ല. ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി, നീ ഇങ്ങോട്ടൊന്നും പറയണ്ട എന്നുള്ള ലെവലായിരിക്കും. ഭാര്യയ്ക്ക് കുറേ കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടാവും, ചില കാര്യങ്ങൾ അവളുടേത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാവും. ഇതൊന്നും ഭർത്താവ് ചെവിക്കൊള്ളില്ല. അതുപോലെ തന്നെ ഭർത്താവ് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഭാര്യ ഇട്ട് അനുസരിക്കില്ല, ഒരു തരം അഹങ്കാര മനോഭാവത്തോട് കൂടി നിൽക്കും. നിങ്ങളിതൊന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ ഇതൊക്കെ കുറേ കണ്ടിട്ട് വന്നതാ, ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടാവും. ഇതേ വാക്കുകൾ തന്നെ വേണമെന്നില്ല, ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. എന്തൊക്കെയായാലും ശരി, ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര കണ്ട് ഗുണപ്രദമായിട്ട് മുന്നോട്ട് പോവില്ല. കാര്യം ഇവരുടെ ഇടയിൽ ഒരു ഈഗോ കിടന്ന് കളിക്കുകയാണ്. ഈ ഈഗോ വളർന്നുകൊണ്ടിരിക്കും, അവസാനം അതൊരു സ്ഫോടനത്തിൽ എത്തിച്ചേരാനും സാധ്യതയുണ്ട്. 7-ാമത്തെ കാര്യം, കോപിക്കുന്ന സമയത്ത് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുക എന്നുള്ളതാണ്. ഈ കോപിച്ചിരിക്കുന്ന മനുഷ്യർ പലപ്പോഴും മറ്റൊരാളെ തോൽപ്പിക്കാനുള്ള രീതിയിലായിരിക്കും സംസാരിക്കുക. പ്രധാനമായിട്ട് പറയുന്നത്, എൻ്റെ ഏത് കഷ്ടകാലത്തിനാണെന്നോ ഇവളെ കെട്ടാൻ തോന്നിയത്, എൻ്റെ വിധിയായിപ്പോയി ഇങ്ങനെ പോലെ ഒരാളെ കെട്ടിയത് എന്നുള്ള രീതിയിൽ ഇവർ കോപിച്ചിരിക്കുമ്പോൾ സംസാരിക്കാറുണ്ട്. പലപ്പോഴും പണ്ട് കാലത്തെങ്ങാണ്ടോ നടന്ന മോശപ്പെട്ട ചില അനുഭവങ്ങളെ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് വഴക്ക് കൂടുന്ന സമയത്തെല്ലാം വാരി വിതറാറുണ്ട്. ഇത് കഴിഞ്ഞു പോയ ഏതൊക്കെ സംഭവത്തെ റീക്രിയേറ്റ് ചെയ്തിട്ട് അന്നുണ്ടായ നെഗറ്റീവുകളെല്ലാം ഇവർ വീണ്ടും അവരുടെ മനസ്സിൽ കുത്തിയിറക്കിയാണ്. കഴിഞ്ഞ കാര്യം കഴിഞ്ഞു, പുതിയ കാര്യമാണ്, പുതിയ ദിവസമാണ് എന്നുള്ള കാര്യമൊക്കെ വിട്ടു. ഇവർ കഴിഞ്ഞ കാലത്ത് ജീവിക്കുകയും എന്നൊക്കെയോ സംഭവിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിനെ അശാന്തമാക്കുകയും ചെയ്യും. ഇത്തരക്കാരുടെ വ്യക്തി ജീവിതവും താറുമാറായി പോകാൻ സാധ്യത കൂടുതലാണ്. 8-ാമത്തെ കാര്യം, സമയം കൊടുക്കാത്തതെന്നുള്ളതാണ്. ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അവർ പരസ്പര ധാരണയോടുകൂടി പെരുമാറാനൊക്കെ കുറച്ച് സമയം വേണം. എന്നാൽ ഭർത്താവിൻ്റെ തിരക്കുകളോ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ കൈകാര്യം ചെയ്യുന്ന നിമിത്തം ഭാര്യയ്ക്ക് കുട്ടിയൊക്കെ ഒന്നും പരിഗണന കൊടുക്കില്ല. അദ്ദേഹം ഓഫീസ് വിട്ട് വരുന്നു, കൂട്ടുകാരുടെ അടുത്ത് കറങ്ങി കിടക്കുന്നു, ചിലപ്പം വേറെ എന്തെങ്കിലും കാര്യങ്ങളാവും. ഭാര്യ ആവട്ടെ ഭർത്താവ് വീട്ടിൽ വന്ന് കയറുമ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല,
അമ്മയോ അച്ഛനെയോ കൂട്ടുകാരെയൊക്കെ ഫോണിൽ വിളിച്ചുകൊണ്ട് നടക്കുന്നു. എന്തെങ്കിലും ഈ പാചകം ചെയ്യുന്നിടയ്ക്കൊക്കെ മൊത്തം ചെവിക്കകത്ത് ഫോണും വെച്ച് ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ലേ? അങ്ങനെയൊക്കെയുള്ളവർക്ക് പരസ്പര ആശയവിനിമയം ഉണ്ടാവില്ല. ഒന്നും കേൾക്കാനും പറയാനും ഒന്നുള്ള സമയം ഉണ്ടാവില്ല. അവർക്ക് 100 കൂട്ടം തിരക്കുകളായിരിക്കും. ഇങ്ങനെയുള്ള ദാമ്പത്യ ജീവിതവും പലപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിട്ടിട്ട് ഒടുവിൽ വഴി പിരിഞ്ഞു പോകുന്നതായിട്ട് കാണാം. 9ാമത്തെ കാര്യം, വിശ്വാസം തകർക്കുന്ന പെരുമാറ്റം. ഈ വിശ്വാസം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു അടിത്തറയാണ് കേട്ടോ. എന്നാൽ ചില ദമ്പതികൾ ചുമ്മാ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. മാത്രമല്ല തൻ്റെ ഫോണൊക്കെ ലോക്ക് ചെയ്ത് മാറ്റി വയ്ക്കുക, തൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെടുത്ത് ഒളിപ്പിച്ച് വയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പങ്കാളികൾ കാട്ടിക്കൊണ്ടിരുന്നാൽ ഇവരുടെ ഇടയിലുള്ള ഓപ്പൺ മൈൻഡ് ഉണ്ടാവില്ല. വ്യക്തിബന്ധത്തിൽ എപ്പോഴും വലിയ സീക്രട്ടുകളായിരിക്കും. അപ്പോൾ ഈ സീക്രട്ട് കണ്ടെത്താൻ ഒരു പങ്കാളിക്ക് ജിജ്ഞാസ ഉണരും. അങ്ങനെ ഇവർ പറഞ്ഞ ചില കള്ളത്തരങ്ങളെ, അവരുടെ ചില രഹസ്യങ്ങളെയൊക്കെ ഇവർ കണ്ടെത്തുകയും ഇവർക്കിടയിലുള്ള തർക്കങ്ങളും മറ്റുമൊക്കെ കൂടി വരികയും ചെയ്യും. നമ്മൾ എന്തായാലും ശരി, നമുക്ക് പേഴ്സണലായിട്ടുള്ളൊരു ബോർഡർ ഉണ്ടാവും ഓരോ വ്യക്തിയേക്കും. പക്ഷേ കുടുംബജീവിതത്തിൽ പങ്കാളികൾക്കിടയിൽ കള്ളവും അതീവ രഹസ്യങ്ങളും വച്ച് പുലർത്താതിരിക്കുന്നതാണ് നല്ലത്. പരസ്പര ധാരണയോടുകൂടിയ ഈ അർദ്ധനാരീശ്വര സങ്കല്പമാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുപോലെ പ്രവർത്തിക്കണം. രണ്ടുപേർക്കും പരസ്പര ധാരണയുണ്ടാവും. സീക്രട്ടൊന്നും വലുതായിട്ട് കാണില്ല. നല്ല ബന്ധങ്ങൾക്കിടയിൽ അവർ പരസ്പരം ചർച്ച ചെയ്യും. അത്യാവശ്യം 1-2 പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മറച്ചു പിടിച്ചാലായും, പക്ഷേ ബാക്കിയെല്ലാം തുറന്ന് സംസാരിക്കും. ഞാൻ പറയുന്നത് 100% പരസ്പരം തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ബന്ധങ്ങളാണ് ഏറ്റവും ഊഷ്മളമായത്. പിന്നെ ഏതെങ്കിലും ഒരു കുഞ്ഞ് പേഴ്സണൽ ഏരിയ നിങ്ങൾക്ക് വേണമെന്ന് തോന്നണമെങ്കിൽ, ചില കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളില്ല എന്ന് തോന്നണമെങ്കിൽ അത് വെച്ചോളൂ. പക്ഷേ അതിലപ്പുറം എല്ലാത്തിലും ഇങ്ങനെ മറച്ചു പിടി നടത്തി കഴിഞ്ഞാൽ ആ ദാമ്പത്യ ജീവിതം ദുരൂഹമായി മാറുകയും പിന്നീട് എന്തെങ്കിലും പ്രശ്നബാധിതമായിട്ട് തീരുകയും ചെയ്യും. ഇനി 10ാമത്തെ കാര്യം, ക്ഷമിക്കാൻ തയ്യാറാകാത്ത മനോഭാവം. ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് അയ്യോ ഇങ്ങനെ സംഭവിച്ചു പോയി, നമുക്കിനി ഇത് ഇങ്ങനെ ഉണ്ടാവില്ല, ഇത് ഞാൻ തിരുത്തിക്കോളാം എന്നുള്ള രീതിയിലുള്ളൊരു മനോഭാവമാണ് പൊതുവിൽ ദാമ്പത്യ ജീവിതത്തിൽ നല്ലത്. എന്നാൽ അഹങ്കാരത്തോടെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, എന്നോടൊപ്പം ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, വേണമെങ്കിൽ ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മുടെ സമീപനമെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആയുസ് അധികം ഉണ്ടാവില്ല. ഒന്നുകിൽ ഒരാൾ അടിമ അടക്കണം. അടിമ അടക്കുന്ന എത്ര കാലം? കുറച്ച് ദിവസം കഴിയുമ്പോൾ മടുക്കും. ഏതെങ്കിലും ഒരു പോകാൻ വഴി കിട്ടിയാൽ ഈ വ്യക്തി അകന്ന് പോവുകയും ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 10 കാര്യങ്ങളും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ദാമ്പത്യ ജീവിതം തകർക്കാൻ വലിയ ആറ്റം ബോംബുകളൊന്നും വേണ്ട. ചെറിയ ഇത്തരം കാര്യങ്ങൾ മാത്രം മതിയാകും. ഇത് കിടന്ന് പെരുകി കുടുംബജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കി ഒടുവിൽ പുകഞ്ഞ് രണ്ടുപേരും പുറത്തേക്ക് പോകും. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ തന്നെ ഇതിൽ പല കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷമെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നല്ല നടപടികൾ എടുക്കണം. ഇല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ ഹെൽത്ത് വളരെയധികം കുറഞ്ഞു പോകും. പിന്നീട് പരസ്പരം ചിലപ്പോൾ ധാരണയോടുകൂടി ഒക്കെ ചിലർ മുന്നോട്ട് പോകും, പക്ഷേ ആ ദാമ്പത്യ ജീവിതത്തിന് വളരെ ബലം കുറവായിരിക്കും. അപ്പോൾ ഇന്നു മുതൽക്ക് തന്നെ നമുക്ക് ചില തിരുത്തലുകളൊക്കെ നമ്മുടെ പ്രകൃതത്തിലൊക്കെ വരുത്തി ദാമ്പത്യ ജീവിതത്തെ കൂടുതൽ ഊഷ്മളമാക്കി മാറ്റാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നിങ്ങളിൽ ഇതേതെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പങ്കാളിയിലോ നിങ്ങളിലോ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് തിരുത്തുവാനുള്ള ഒരു അവസരം ഇതിലൂടെ ലഭ്യമാവുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്കോ മറ്റോ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാനും കൂടെ ശ്രമിക്കുക. നിങ്ങൾ വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒരു ദാമ്പത്യ ജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിലോ അതും ഒരു വലിയ കാര്യമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.